പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡെലീഷ്യസ് സ്വീറ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മോൾഡ് ഇല്ലാതൊക്കെ തന്നെ ദുബായ് ചോക്ലേറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണിത്. കടകളിൽ നിന്ന് ലഭിക്കുന്ന ചോക്ലേറ്റിനേക്കാൾ രുചിയിലും ഗുണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ സ്വീറ്റ് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് കുനാഫ ഡൗ ആണ് എടുത്തിരിക്കുന്നത്. ഈ കുനാഫ ഡൗവിന് പകരം കനം കുറഞ്ഞ സേമിയ എടുത്താലും മതി. അപ്പോൾ അത് കൈകൊണ്ടൊന്ന് പൊടിക്കണം. ഇനിയും ചെറിയ പീസ് ബട്ടർ ചൂടായ പാനിലേക്ക് ഇടുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് കുനാഫ ഡൗ അല്ലെങ്കിൽ സേമിയ ഇട്ട് റോസ്റ്റ് ആക്കുക. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം, എന്നാൽ റോസ്റ്റ് ആകുകയും വേണം. ഇത് റോസ്റ്റായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ എള്ള ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയാലും 1/2 മിനിറ്റ് കൂടി ഇളക്കുക, അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുകയോ ചെയ്യണം. ആ സമയം ഇതിൻ്റെ ചൂട് പോകട്ടെ. ഇനിയും മിക്സിയുടെ ജാറിൽ 1 കപ്പ് പിസ്ത ഇടുക. ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റഡും സോൾട്ടഡുമായ പിസ്തയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പിടുന്നില്ല. ഇത് നന്നായി പൊടിക്കുക. ഇതിലേക്ക് 2 ഏലക്കായുടെ കുരുവും 1 കപ്പ് ഷുഗറും 1 പീസ് ബട്ടറും കൂടെ ചേർത്ത് നന്നായി അരയ്ക്കുക. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇതിനകത്തിട്ടാൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായി അരച്ച ശേഷം പിസ്ത ക്രീം ഇനിയും ലൂസാകണം. അതിനുവേണ്ടി ഇതിനകത്തേക്ക് കുറച്ച് പാലൊഴിക്കുക. തിളപ്പിച്ചാറിച്ച പാലിൻ്റെ അളവെന്ന് പറയുന്നത് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടണം, അത്രയും പാലൊഴിക്കണം. എനിക്ക് 1/2 കപ്പിൽ കുറവായി പാലിൻ്റെ ആവശ്യം വന്നു. ഇപ്പോൾ നല്ല ക്രീമിയും ഫ്ലഫിയുമായ പിസ്ത ക്രീം റെഡിയായി. നിങ്ങളുടെ കൈവശം പിസ്ത ക്രീം ഉണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ പിസ്ത ഇട്ടത് മുതൽ ഇവിടം വരെയുള്ള സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇപ്പോൾ കുനാഫയും അതുപോലെ പിസ്ത ക്രീമും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ചോക്ലേറ്റ് അലിയിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഒരു പാത്രത്തിലേക്ക് 2 ബാർ ചോക്ലേറ്റ് മുറിച്ചിടുക. ഫ്ലെയിം ലോയിലാക്കിയിട്ട് ചോക്ലേറ്റ് അലിയിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. അതെല്ലായിടത്തും ഒരുപോലെ വരത്തക്കവണ്ണം ഒന്ന് അനക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഇത് സെറ്റാകാൻ വേണ്ടി 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം. ഈ സമയം റോസ്റ്റഡ് കുനാഫ ഡൗവിൻ്റെ ചൂട് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ പിസ്താഷ്യ ക്രീം ഇട്ട് നന്നായി ഇളക്കുക. സേമിയയുമായി ക്രീം നന്നായി യോജിക്കണം, ഒത്തിരി ഇളക്കി കുഴയ്ക്കരുത്. ഈ സമയം ഫ്രീസറിൽ വെച്ചിരുന്ന ചോക്ലേറ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുനാഫ പിസ്താഷ്യ ക്രീം സാവധാനം ഇട്ടുകൊടുത്ത് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം ചോക്ലേറ്റ് ക്രീം കുറേശ്ശെയായി ഒഴിച്ച് നിരത്തുക. ക്രീം എല്ലായിടത്തും ഒരുപോലെ ആയി കഴിയുമ്പോൾ ഇത് ടാപ്പ് ചെയ്യുക. ഇനി ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ഇത് ഫ്രീസറിൽ 10 മിനിറ്റ് സെറ്റാകാൻ വെക്കുക. ഇനി ഒരു മോൾഡിൽ കൂടി ഞാൻ സെയിം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ബാക്കിയുണ്ടായിരുന്ന കുനാഫ ബാറ്ററിൽ ഞാൻ കുറച്ച് നട്ട്സ് പൗഡർ ചേർത്ത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനാക്കി. അതും ബോൾ ഷേപ്പിലാക്കി ബാക്കിയുണ്ടായിരുന്ന ചോക്ലേറ്റ് ക്രീമിൽ മുക്കിയെടുത്തു. ബട്ടർ പേപ്പറിൽ വയ്ക്കുന്നുണ്ട്. മുകളിൽ പിസ്ത പൗഡർ കൊണ്ട് ഡെക്കറേറ്റിംഗ് ചെയ്തു. ഇതും സെറ്റാകാനായിട്ട് ഫ്രീസറിൽ വെക്കുക. ഈ സമയം ആദ്യം വെച്ച ബാർ സെറ്റായി വന്നിട്ടുണ്ട്. അത് ഡീമോൾഡ് ചെയ്യുക. ചോക്ലേറ്റ് എല്ലാം നന്നായി സെറ്റായിട്ടുണ്ട്. കട്ട് ചെയ്ത് നോക്കുക. കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല ഗ്രീനും ബ്രൗണും കളറിൽ ഹോം മെയ്ഡ് ദുബായ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ബോൾസ് ആക്കി വെച്ചതും സെറ്റായിട്ടുണ്ട്. കടകളിൽ നിന്ന് ലഭിക്കുന്ന ഏത് ചോക്ലേറ്റിനേക്കാളും രുചിയും ഗുണവുമേറിയ ഈ സ്വീറ്റ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്താൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചോക്ലേറ്റ്
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.